വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാളെ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഒരു പടമാണ് ഞാൻ വരയ്ക്കുന്നത്. ബാക്കിൽ അമ്മയും കൂടെ ഉണ്ട്. അമ്മ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് അവിടെ ചിരിച്ചോണ്ട്. അപ്പം നമുക്ക് കാണാം. ഫസ്റ്റ് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതാം കേട്ടോ. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രോ ചെയ്യാനാണ്. ഡ്രോ ചെയ്തിട്ട് അതിൽ കളറിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതാമെന്ന്. അപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ട്രീ വരയ്ക്കുന്നു. ട്രീയൊക്കെ അവൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയയാണ്, ട്രീ വരയ്ക്കാം അങ്ങനെയൊക്കെ. വേറെ കുട്ടികൾക്ക് അങ്ങനെ വലിയ വലിയ പടങ്ങളൊന്നും അറിയില്ല, പക്ഷേ അവൻ കൂടുതലും നോക്കി വരയ്ക്കാറുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് അതിൽ നോക്കി അതേപോലെ കോപ്പി ചെയ്യാറുണ്ട്. അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഡ്രോ ചെയ്യാൻ തുടങ്ങിയാൽ ഡ്രോ നിർത്താതെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ തന്നെ ആൾ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. ഇവിടെ കുറേ പൂക്കളുണ്ടതാ. ഇനി ഞാൻ സ്കൂളിൽ നിന്ന് എന്തായാലും എൻ്റെ പേര് ഇങ്ങനെ പൊട്ടിക്കും. നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ പൊട്ടിക്കണം. അറിയ കിട്ടിയതല്ലേ? കുറെ മണി ഉണ്ടായിരുന്നത് ഒരെണ്ണം എൻ്റെ ഒരു ഫ്രണ്ടാണ് എടുത്തു. ഇതിന്റെ പല്ല് പോയി. ഇതിന്റെ പല്ല് കാണിച്ചേ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. അവർ വരച്ചത് കൊള്ളില്ലെന്ന് പറയുമ്പോൾ അവർക്ക് ഫീൽ ആവും. ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കില്ല, പക്ഷേ എന്നാലും സൂപ്പറാണ്, അടിപൊളിയാണ് എന്ന് പറയാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ അവരെ എന്താണ് ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പിന്നീട് അത് ഡ്രോ ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നില്ല. സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ് ഡ്രോ ചെയ്യാനായിട്ട്. വളർന്നു വരുമ്പോൾ ചിലപ്പോൾ അവൻ ഡ്രോ ചെയ്യില്ലായിരിക്കാം, അവന് ഇഷ്ടമല്ലായിരിക്കാം, അങ്ങനെ കുറേ ഉണ്ട്. എൻ്റെ ബ്രദർ വരയ്ക്കും, പിന്നെ എൻ്റെ ഹസ്ബൻഡും വരയ്ക്കും. അപ്പോൾ ചിലപ്പോൾ അവരുടേതൊക്കെ ഇത് ഇങ്ങനെ കണ്ടിട്ടാവാം. അനിയൻ വരയ്ക്കുന്നവൻ കണ്ടിട്ടുണ്ട്, അവൻ്റെ അച്ഛൻ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വരച്ചൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഡ്രോ ചെയ്യാറില്ല, എനിക്കൊട്ടും അറിയില്ല, ആ ഒരു വശമേ എനിക്കൊട്ടും അറിയില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ തോന്നുന്നൊരു ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ വളർന്നു വരുമ്പോൾ അവർക്കത് ഇഷ്ടമല്ലായിരിക്കാം. ഒരു ലീഫ് ഇവിടെ ഒടിച്ചിടേനോ? കഴിഞ്ഞു. ഇതിന് ഓരോരോ കഴ്സീവ് ഹാൻഡ് റൈറ്റ്. അച്ഛനെ പേടിക്കണോ? അല്ല, അച്ഛനെ കോപ്പി അടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണം. അച്ഛൻ്റെ കോപ്പി അടിക്കും. ഈ ബുക്കിൽ ഹാപ്പി എന്ന് എഴുതിയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതാര് ഹാപ്പി എന്ന് എഴുതിയെന്ന് ചോദിച്ചു. ന്യൂ എന്ന് എഴുതിയിരുന്നു. അപ്പം എനിക്ക് വലിയ ആരും എഴുതിയ പോലെ തോന്നി. അപ്പം ഞാൻ ചോദിച്ചു ഇത് ആര് ന്യൂ എന്ന് എഴുതിയിരിക്കണേന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയണത് മോനാണെന്ന് വെച്ചാൽ. അപ്പോഴാണ് പറയണത് പിന്നെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. ഇവിടെ പ്രേതം ഉണ്ടാവുന്നു. ഫൈനലി ഇതാണ് സിദ്ധ് വരച്ച 2026 ഡ്രോ. വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് പോയി. മോന് സ്പോർട്സ് ഡേക്ക് ഇടാൻ ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ലായിരുന്നു. സ്പോർട്സ് ഡേക്ക് റോയൽ ബ്ലൂ കളർ ടീഷർട്ടും അതിൻ്റെ കേപ്പും പാൻറ്റും വേണമായിരുന്നു. ഇതാണ് സിദ്ധു എപ്പോഴും പറയുന്ന DMart. അപ്പോൾ നമ്മൾ ആദ്യം അവിടെയാണ് പോയത്. DMart കുറേ ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ 5-6 പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ പോയിട്ടുണ്ടായിരുന്നു. DMartൽ വേറൊരു DMartൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടിയില്ല. ഇവിടെ റോയൽ ബ്ലൂ കളറിൻ്റെ ഷോർട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവന് വേണ്ടത് പാൻറ്റാണ്. എങ്ങൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനും പറ്റില്ല, കാരണം സ്പോർട്സ് ഡേ ഉടനെ വരും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഓർഡർ ചെയ്താൽ കിട്ടത്തില്ല. അപ്പോൾ അത് നോക്കാനായിട്ടാണ് ഇതിൻ്റെ തലേന്നായിട്ട് നമ്മൾ ഇറങ്ങിയത്, കാരണം പെട്ടെന്ന് അവന് വേണം. 3 ഡേയ്സാണ് പ്രോഗ്രാം. റോഡിലേക്ക് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലായിടത്തും ബ്ലോക്കും, പിന്നെ സെലിബ്രേഷനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന് വാങ്ങിക്കുന്നതും, പിന്നെ കേക്ക് വിൽക്കുന്നുണ്ടായിരുന്നു, അതിനും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ക്രിസ്മസ് പോലെയല്ല, ന്യൂ ഇയർ നല്ല സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് കോലം വരയ്ക്കുന്നത്. രാവിലെ മുറ്റമൊക്കെ കഴുകി രാവിലെയും വൈകിട്ടും ഒക്കെ നല്ല വൃത്തിയായിട്ട് ഒരു കോലം വരയ്ക്കും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാം. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് കോലത്തിൻ്റെ പൊടികളായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലായിടത്തും വിൽക്കുന്നുണ്ടായിരുന്നു. ന്യൂ ഇയർ പ്രമാണിച്ച് ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ബസാർ മാതിരി ന്യൂ ഇയർ ഓഫറായിട്ട് കുറേ കടകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സിദ്ധുവിനും എനിക്കും ഒരു വെറൈറ്റി ബുക്കുകൾ വാങ്ങിച്ചു. സിദ്ധുവിനൊരു മാജിക് ബുക്കും എനിക്കൊരു സ്ക്രാച്ച് ബുക്കും വാങ്ങിച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ടാണ് വാങ്ങിച്ചത്. ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ് കേട്ടോ. ഇന്നല്ല, നാളെ 2026. ഇന്ന് 2025 ആണ്. ഇതാണ് ഫസ്റ്റ് പൊട്ടിച്ച എൻ്റെ. ഇത് സെക്കൻഡ് പൊട്ടിച്ച അമ്മയുടെയാണ്.
മാജിക് വാട്ടർ ബുക്കാണ് എൻ്റെ. അമ്മയുടെ സ്മാർട്ട് സ്ക്രാച്ച് സ്ക്രെച്ച് നോട്ട്. സ്ക്രാച്ച് നോട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് ഒട്ടിക്കണത്. എൻ്റെ പേര് കുറച്ച് കൂടുതലാണ്. എൻ്റെ അമ്മയുടെ എല്ലാം ഡി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. DEV ആണ്. DEVA. ഹലോ ഗൈസ്, ഇത് സ്കൂളിൽ നിന്ന് മേക്ക് ചെയ്ത ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. ഈ പേപ്പറിൽ പേസ്റ്റ് ചെയ്തത് ടീച്ചറാണ്. ഞാൻ വീണ്ടും ഒട്ടിച്ചു. ഈ സ്മൈലും കണ്ണും എഴുതിയ ഞാനല്ല, ടീച്ചറാണ്. ഈ ലവിൻ്റെ കളറൊക്കെ ചെയ്ത ഞാനാണ്. ഇതിനകത്ത് 2026 എന്ന് എഴുതിയിട്ടുണ്ട്. പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നമ്മൾ 3 ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത്തവണ ന്യൂ ഇയറിന് കേക്ക് വാങ്ങിച്ചില്ല, ക്രിസ്മസിന് കേക്ക് കുറച്ചുകൊണ്ട് കേക്ക് വാങ്ങിച്ചില്ലായിരുന്നു. കളമോ കൊച്ചു പിള്ളേരെ പോലെ ഐസ്ക്രീം കുടിക്കുന്ന ചേട്ടൻ. ഇന്നലെ ഒരു തന്ന് ഒത്തിരി കുറച്ച് അത് കഴിഞ്ഞ് ഞാനും സിദ്ധും കുറേ നേരം ഡാൻസ് കളിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഈയിടയ്ക്ക് മറ്റേ നിവിൻ പോളിയുടെ ഒരു സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു, സർവമായ. നല്ല ഫിലിമായിരുന്നു. അതിൻ്റെ പാട്ട് നല്ല അഡിക്റ്റഡ് ആയിട്ടുണ്ട്. നല്ല പാട്ടാണ് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കണം. നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ കുറേ നേരം ഡാൻസ് കളിച്ചു. 12 മണി വരെ നമുക്ക് ഉറങ്ങാതെ ഇരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻറ്റ് വേണമെന്ന് വിചാരിച്ച് കളിച്ചതാണ്. അത് കഴിഞ്ഞ് സിദ്ധുവിൻ്റെ വക ചിക്കിരി ഡാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൂപ്പൺ വേണമായിരുന്നു. അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒന്നാമത് പുറത്ത് പോയിട്ടുള്ളതുകൊണ്ട് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ന്യൂ ഇയർ ആവാറാകുമ്പോൾ 12 മണിയാകുമ്പോഴത്തേക്കും ഇങ്ങനെ 10, 9, 8 എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടുള്ളതുകൊണ്ട് അത് അറിയാം. അപ്പം നമ്മൾ ആ ടൈമിൽ ഉറങ്ങാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ ഉറങ്ങാതിരിക്കാനായിട്ട് ചെയ്തത്. സിദ്ധുവിന് സത്യം പറഞ്ഞ ന്യൂ ഇയർ എന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവ എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണ് ന്യൂ ഇയർ എന്നറിയാം. നാളെ സ്കൂൾ അവധിയാണ്, അതുകൊണ്ട് സ്പെഷ്യൽ ഡേ ആണ്, എന്തൊക്കെ സെലിബ്രേഷൻ ആണെന്നൊക്കെ അറിയാം. അല്ലാതെ അവന് കാര്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ നാളെ സ്കൂളില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ സെലിബ്രേഷൻ ഉണ്ട്, എന്തോ സ്പെഷ്യൽ ഡേ ആണെന്നൊക്കെ അറിയാം. അത്രേ അറിയുള്ളൂ അവന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പാർക്ക്. നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പാർക്കാണ്. അവിടെ ലൈറ്റ് ഉണ്ട്. അവിടെ ഇന്ന് ഫുള്ള് തിരക്കാണ്. ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ 12 മണി ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ 12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ തവണ, മലയുടെ അവിടെ ആയതുകൊണ്ട് ഫുള്ള് കമ്പം കാണും. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ടിന് സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. 25 ഇല്ലല്ലേ ഇനി? Four, 2, 1. (2025) അവസാനിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇത്തവണത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ. ഇത്തവണ സിദ്ധുവും കൂടെ ഉണ്ടായിരുന്നു ഹാപ്പി ന്യൂ ഇയർ പറയാനായിട്ട്. കഴിഞ്ഞ വർഷമൊന്നും ഇത്രയ്ക്കും അറിയില്ലായിരുന്നു അവന്. ഇപ്പോൾ കുറച്ചും കൂടെ എന്തൊക്കെയോ അറിയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബൈ.